എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നാമക്കല്ലാണുള്ളത്. വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസം. നമ്മളെല്ലാവരും വണ്ടിയെടുത്ത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നാമക്കൽ വരുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി കെട്ടണം, നല്ലതുപോലെ വണ്ടി കെട്ടണം, പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് കണക്ക് പല ആഗ്രഹങ്ങളുമായിട്ട് വന്ന ഒരു പുള്ളിക്കാരൻ്റെ വണ്ടിയാണിത്. വടകരയിലുള്ള സുഹൃത്തിൻ്റെ വണ്ടിയാണിത്. നമ്മളിവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ്. പുള്ളിക്കാരൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയൊരു ചേസ് കെട്ടുകാവിൻ്റെ കവിൾ ചേസ് എടുത്തുകൊണ്ട് വന്നിട്ട് നാമക്കല്ല് ഷോപ്പിൻ്റെ പേര് ഓം മുരുകൻ എന്നാണ്. ചിന്നതുര എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഷെഡിലാണ് ഈ വണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ ബോഡി കെട്ടാനായിട്ട് 6,25,000 രൂപയാണ് വില ഇട്ടത്, കോൺട്രാക്ട് ഇട്ടത്. അതിൽ 6,18,000 രൂപയോളം ഏകദേശം കൊടുത്ത് കഴിഞ്ഞു പുള്ളിക്കാരെ. ഇനി 7,000 രൂപ മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു മാസം കൊണ്ട് പണി കഴിപ്പിച്ച് കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ 4 മാസം കഴിഞ്ഞിരിക്കുകയാണ്. 4 മാസം എന്ന് പറയാൻ ചെറിയ ദിവസമല്ല. നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം, ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എത്രയും പെട്ടെന്ന് പണി കഴിപ്പിച്ചിറക്കണം, ടെസ്റ്റ് ചെയ്യണം, ഓടി തുടങ്ങിയിട്ട് മാത്രമേ നമുക്ക് ഇതിന് പൈസ വാടക എടുത്തിട്ട് EMI അടയ്ക്കാൻ പറ്റൂ. പലർക്കും ഇത് കറക്റ്റായിട്ട് നടന്നാൽ പോലും മാസാമാസം EMI അടയ്ക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് കയ്യിൽ നിന്ന് കഴിഞ്ഞ 4 മാസത്തിൽ ഏകദേശം 3 മാസത്തോളം ഇപ്പോൾ EMI അടച്ച് കഴിഞ്ഞു. 80,000 രൂപയോളം ആണ് ഒരു മാസത്തെ EMI വരുന്നത്. അതും സ്വന്തം കയ്യിൽ നിന്ന് ഒരുപാട് ബാധ്യതകളും ബുദ്ധിമുട്ടുമായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലും പുള്ളിക്കാരൻ കടവും സാമ്പത്തികമായിട്ടുള്ള സേവിങ് എല്ലാം എടുത്തിട്ടാണ് കഴിഞ്ഞ 3 മാസമായിട്ട് ഈ പുള്ളിക്കാരൻ ഈ വണ്ടിക്ക് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വണ്ടിയുടെ പണി ഇപ്പോൾ എന്തായെന്ന് നോക്കി. 4 മാസമായ 4 മാസം കൊണ്ട് ചെയ്ത് തീർത്ത പണിയാണിത്. ദയവ് ചെയ്ത് ഇതേ കണക്കുള്ള ബോഡി വർക്ക്ഷോപ്പിൽ ആരും കൊണ്ടുവരരുത്. നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം നമ്മൾ നാമക്കല്ല് വരുമ്പോഴത്തേക്കും ബോഡി കെട്ടാൻ. ഒരുപാട് നല്ല പേരുണ്ട്, 99% നല്ല ആൾക്കാരുണ്ട്. പക്ഷേ അവരുടെ പേര് കളയാനായിട്ട് നാമക്കല്ല് ഇത് കണക്കൊരു ബോഡി വർക്ക്ഷോപ്പും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പുള്ളിക്കാരന് സംഭവിച്ച പോലെ ഒരു അനുഭവം ഇനി ആർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിൻ്റെ 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻറ്റിങ് പോലും കഴിഞ്ഞിട്ടില്ല. ബോഡി തട്ടിക്കൂട്ടി അടിച്ച് വെച്ചിരിക്കുക. ഇതിൽ ഡോർ ഇട്ടിട്ടില്ല. ഡോർ ഇടാതെയാണ് ഇപ്പോൾ പെയിൻറ്റിങ്ങിന് കൊണ്ട് ഇട്ടേക്കുന്നത്. പുള്ളിക്കാരൻ അവസാനം ഈ 6,20,000 രൂപ അടുപ്പിച്ച് കയ്യിൽ കൊടുത്തു. പൈസ ഫുള്ള് കൊടുത്തു കഴിഞ്ഞിട്ടും ഇപ്പോൾ പെയിൻറ്റ് അടിക്കാനായിട്ട് വേറൊരു ഷെഡിൽ വന്നിട്ട് പുള്ളിക്കാരൻ്റെ പൈസയ്ക്ക് പെയിൻറ്റ് അടിക്കാനായിട്ട് നിൽക്കുക. പെയിൻറ്റ് അടിക്കുന്നത് മാത്രമല്ല, ഇനി വയറിംഗ് ഉണ്ട്, പെയിൻറ്റിങ് ഉണ്ട്, അകത്ത് AC വർക്കുണ്ട്, കണക്കിന് കുറേ വർക്കുകൾ ഉണ്ട്. ഇതൊന്നും ആ പുള്ളിക്കാരൻ പൈസ മേടിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നില്ല. ചിന്നതുര എന്ന് പറയുന്ന നാമക്കലുള്ള ഓം മുരുക എന്ന് പറയുന്ന ബോഡി ബിൽഡേഴ്സാണ് ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിലൊന്നും ആയിട്ടില്ല. പ്രൈമർ അടിച്ചിട്ടിരിക്കുന്നതേ ഉള്ളൂ. 4 മാസം കൊണ്ട് പ്രൈമറിൽ എത്തിയെന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു 30 ദിവസം കഴിയുമ്പോഴത്തേക്കും, കോൺട്രാക്റ്റിൽ പറഞ്ഞ 25-30 ദിവസം കഴിയുമ്പോഴത്തേക്കും ചങ്ക് കിടന്ന് ഇടിക്കും. ഇതെങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുപോയി. ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഇറക്കി തന്നാൽ മതി. അപ്പോൾ അതിനുവേണ്ടി പറ്റുന്ന സഹായങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ ചെയ്ത് കൊടുക്കണം. ഒരുപാട് പേരെടുത്ത് പുള്ളിക്കാരൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ നമ്മുടെ ലോറി അസോസിയേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവരൊക്കെ അത് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും പറയുന്നു. പക്ഷേ ഈ പുള്ളിക്കാരൻ ഒരു പൈസ മേടിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ ആളുകൾ കൊണ്ടുവന്നാലും വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ഇനി എന്തൊക്കെ പൈസ ഇതിൽ ചിലവാക്കാണ്ട്, വാങ്ങാണ്ട്, കയറ് വാങ്ങാണ്ട്, ടെസ്റ്റ് ചെയ്യാണ്ട്, എത്ര രൂപ ഇനി ഇപ്പോൾ ആൾറെഡി 6 ലക്ഷം കൊടുത്തിരിക്കുന്നു. വണ്ടിയുടെ 10 എന്തായാലും 40 ലക്ഷം രൂപയുടെ ചേസായിരിക്കും. ലോണിട്ടായിരിക്കും എടുത്തിട്ടുള്ളത്. 80,000 രൂപ വെച്ച് അടവുണ്ട്. ഓരോ മാസം കഴിയും തോറും പാവപ്പെട്ട മനുഷ്യൻ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദയവായിട്ട് ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ വേറെ ഒരു കാര്യം പറയുന്നില്ല. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ബോഡി കെട്ടാൻ വരുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ വർക്ക്ഷോപ്പിലും കയറാനായിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്ത ഒരാളാണ്. എനിക്ക് ഒരു മാസത്തിനകത്ത് വണ്ടി എനിക്ക് ഇറങ്ങി കിട്ടി. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. ഈ മനുഷ്യൻ്റെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ. നമുക്കെന്തായാലും ഈ വണ്ടിയുടെ പണി ഇപ്പോൾ എന്തൊക്കെയാണ് നിലവിലൊന്ന് ചുറ്റി കാണിച്ചു തരാം ഞാൻ. ഇതാണ് കെട്ട് ക്യാബിൻ. ഇതാണ്. ഇതിൽ പ്രൈമർ അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ കണ്ണാടികൾ വയ്ക്കാണ്ട്, ഡോറ് വയ്ക്കാണ്ട്, പെയിൻറ്റ് അടിക്കാണ്ട് ഈ വശത്ത്. അല്ലെങ്കിൽ അകത്ത് AC വെൻറ്റ്, ബ്ലോവർ കാര്യങ്ങളൊക്കെ വയ്ക്കാണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ പണി ചെയ്യാണ്ട്. ഇലക്ട്രിക്കൽ പണിക്ക് തന്നെ 10-30,000 രൂപ കുറഞ്ഞത് സാധനങ്ങൾ വാങ്ങാനും, അതല്ലാതെ 10-6,000 രൂപ പണിക്കൂലിയും കൊടുക്കാനുണ്ടാവും. ഏതവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. വണ്ടി കൊണ്ടിട്ട് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന പണിയേ ആവുള്ളൂ. ഇതാണ് 4 മാസമായിട്ട് പുള്ളിക്കാരൻ ആ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിട്ട് ആ പുള്ളിക്കാരനായിട്ട് നരയിപ്പിക്കുന്നത്. ഇതാണ് ശരിക്കും. നമ്മൾ പല സിനിമകളിൽ ഇതണക്കുള്ള പലരുടെയും
ബുദ്ധിമുട്ടുണ്ട്. റിയൽ ലൈഫിൽ ഞാൻ ഇത്രയും ഒരാൾ വണ്ടി എടുത്തിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നത് ആദ്യമായിട്ട് അറിയാം കേട്ടോ. കാണുക, ഒരു മനുഷ്യനെ കാണുക. ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ഇന്നിപ്പോൾ 3 ദിവസമായിട്ട് ഇവിടെ പെയിൻറ്റിങ്ങിന് ചെയ്യാമെന്ന് പറഞ്ഞ് കൊണ്ടിട്ടേക്കുക. ഇനി ഇത് വീണ്ടും അവിടെ കൊണ്ടിടും, ഡോറടിക്കാമെന്ന് പറയും. അങ്ങനെയൊക്കെ പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമത്തിലാണ്. നമ്മളെല്ലാവരും കൂടെ നിൽക്കണം, പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇതിലൊക്കെ ഇനി എന്തുമാത്രം ഫ്രണ്ടിലൊക്കെ എന്തുമാത്രം വർക്ക് കിടക്കുന്നു. ഗ്രില്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റുകളൊക്കെ ഒരുപാട്, ഒന്നും വെച്ചിട്ടില്ല. എന്തൊരു അവസ്ഥയുടെ വിഷമമായിരുന്നില്ലേ പറയാൻ. ഇപ്പോൾ ഈ സുഹൃത്ത് അനുഭവിച്ച ഒരു വിഷമവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഇനി ഒരാൾക്ക് ഇതുപോലെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ പേരെന്താ? എൻ്റെ പേര് ദിനിൽ. ഓക്കെ. സ്ഥലം കോഴിക്കോട് വടകര. ശരിക്കും ഇപ്പോൾ എന്താ സംഭവിച്ചത്? സമയം ഇത് 4 മാസത്തിൻ്റെ അടുത്തായി വണ്ടി ഇവിടെ കൊടുത്തിട്ട്. ഓക്കെ. പുതിയ ചേസ് എടുത്തിട്ട് നമ്മുടെ കേരളത്തിൽ കോഴിക്കോടല്ലേ? കോഴിക്കോട് വടകരയിൽ നിന്ന് ചേസ് എടുത്തിട്ട് നമ്മൾ നാമക്കൽ കൊണ്ടിട്ടിട്ട് ഇന്ന് 4 മാസം ആവുന്നു. ശരിക്കും പകുതി പണിയോളം ഏകദേശം ആയതേ ഉള്ളൂ. 4 മാസമായി. നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അതായത് ലോൺ എടുത്ത് ആ വണ്ടി കൊണ്ടുവന്ന് അത് വർക്ക്ഷോപ്പിൽ കയറ്റി ഇനി ഈ പണി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് അത് റോട്ടിൽ ഓടി തുടങ്ങിയിട്ട് വേണം ഇതിൻ്റെ CC അടച്ചു തുടങ്ങാൻ. അപ്പം 4 മാസമായിട്ട് CC മുടങ്ങി കിടക്കുന്നില്ല, കയ്യിൽ നിന്നുള്ളതൊക്കെ വെച്ച് അടച്ചു പോവുകയാണ്. പക്ഷേ എത്ര നാൾ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും? നമ്മളൊക്കെ 1 മാസം തെറ്റുമ്പോഴേ നമ്മുടെ ചങ്ക് പൊടിയും. ശരിക്കും എന്താണ് സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പാലക്കാട് നടന്ന ഡെലിവറി ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് 30 ദിവസം കൊണ്ട് വണ്ടി പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 ദിവസം. അപ്പോൾ അഗ്രിമെൻ്റ് അറിയില്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ച് 30 ദിവസം കൊണ്ട് നമ്മൾ ഒരാഗ്രഹത്തിൻ്റെ മുകളിൽ ഇവിടെ കൊണ്ടുവന്നല്ലേ. അപ്പോൾ 30 ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ടിട്ട് പൈസ ഫസ്റ്റ് തന്നെ 5 ലക്ഷം റുപ്യ ആദ്യം തന്നെ 3 ലക്ഷം 2 ലക്ഷമായിട്ട് ആദ്യം തന്നെ 2 തവണ. എത്രയാണോ ബോഡി കെട്ടി? മൊത്തം 6.25. 14,000. അതെ. അത് നമ്മളെ ഫസ്റ്റ് തവണ തന്നെ 5 ലക്ഷമായിട്ട് 2 തവണ പെട്ടെന്ന് തന്നെ കൊടുത്ത്. നാമക്കലല്ലേ പെട്ടെന്ന് പണി തീർക്കാന്നുള്ളതിനെ കൊണ്ടാണ് ഇത് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതപ്പോൾ പിന്നെ പണി നടന്നില്ല. പണി നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോന്ന് തട്ടിക്കൂട്ടൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 4 മാസമായി. 4 മാസം എന്ന് പറയുന്നത് ചെറിയ കാര്യം. നമ്മൾ 1 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വെപ്രാളമാണ്. അതെ. എങ്ങനെയെങ്കിലും ഒന്ന് റോട്ടിൽ ഓട്ടിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നമ്മൾ വഴക്കൂടുന്ന അവസ്ഥ വരെ ഉണ്ട് പലരുമായിട്ട്. പക്ഷെ 4 മാസം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാൻ നമ്മുടെ വണ്ടി നമ്മുടെ നാട്ടിൽ പോലും ഇല്ല കിടക്കുന്ന, മറ്റൊരു നാട്ടിൽ കിടന്ന്. അതെ. ഇവിടുന്ന് റൂമിൻ്റെ വാടകയും കൊടുത്ത് ഇവിടെ നിൽക്കുന്നതാണ്. 4 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ 4 മാസമായിട്ട് ഇവിടെ നിൽക്കുന്നതല്ലേ, എന്നാലും വരുമ്പോൾ നമ്മൾ 10 ദിവസമെങ്കിലും ഇവിടെ നിൽക്കും. അതെ. അതിൻ്റെ ചിലവ് കാര്യങ്ങളും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുന്നവർ? ഈ രൂപത്തിലാക്കിയിട്ടുണ്ട്. ചെയ്ത് എപ്പം വന്നു കഴിഞ്ഞാലും അതാ ഓരോ അവധി വരും, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ചെയ്ത്. ഇത് ഏതാണ് ബിൽഡർ? ഇത് ഓം മുരുകൻ. ചിന്നതുര എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇനി നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ബോഡി കെട്ടാൻ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം. ഒരുപാട് പേരെടുത്ത് അന്വേഷിച്ചും കാര്യങ്ങളും അവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ട് കയറ്റാവും. നമ്മൾ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പണി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ല. എഗ്രിമെന്റ് പ്രകാരം പണി തീർത്തു മാത്രമേ. അവിടെ കയറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു വർക്ക്ഷോപ്പിൽ എടുക്കൂല. അതെ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ഒരുപാട് പേർക്ക് പല അബദ്ധങ്ങളും പറ്റും. പക്ഷെ ഇത് കണക്ക് ഒരു അബദ്ധം ആർക്കും പറ്റില്ല. ഇത് അവിടെ ഉള്ള ഇപ്പോൾ ഞാൻ അവിടെ വണ്ടി വെക്കുന്ന സമയത്ത് 6ഓളം വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇപ്പോൾ ഞാനിപ്പോൾ 4 മാസമായി ഇപ്പം ഇവിടെ നിൽക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയ വണ്ടീൻ്റെ അകത്ത് ഒരു വണ്ടീൻ്റെയും പൂർണ്ണമായിട്ട് പണി തീർന്നിട്ട് പോയിട്ടില്ല. ഇതേപോലെ തന്നെ 6-വീൽ 2 ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വണ്ടി കാറ്റുന്ന സമയത്ത് ആ സമയത്ത് ഈ ഒരു രൂപത്തിൽ പെയിന്റ് കൂടി അടിക്കാണ്ടാണ് അവർ ഇട്ടേച്ച് പോയത്. പഴക്കൂടി ഇറങ്ങിപ്പോയി 2 വണ്ടി. അപ്പോൾ ഇത് എങ്ങനെ ഇവിടെ എത്തിയത്? എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാങ്കിൽ കൊട്ടേഷൻ കൊടുക്കൂലേ, അപ്പോൾ അവിടെ ഈ ഓമോരിക്കൻ്റെ കൊട്ടേഷനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നാമക്കൽ വന്ന് അന്വേഷിച്ച സമയത്ത് ഇവിടെ വന്ന് അപ്പോൾ സ്വതവേ നമ്മൾ എല്ലാവരും വരുന്നതിലോട്ട് വന്ന് അന്വേഷിച്ച് അപ്പോൾ 1-2 ഇടത്തിൽ അന്വേഷിച്ച് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കൊട്ടേഷൻ തന്നെ കൊടുത്തുകൊണ്ട് ബാങ്കിൽ ഇനിയിപ്പം ചേഞ്ച് ചെയ്യാനും കൊടുക്കണ്ട, എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടും, നമുക്കൊരു ആഗ്രഹത്തിൻ്റെ മുകളിലല്ലേ ഇത് വരുന്നത്. അപ്പോൾ അതെ, വണ്ടി ഭ്രാന്തും ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഓരോ വണ്ടികൾ എടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫേസ് നമ്മളെ സോസിന്റെ പണിയെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനങ്ങനെ ഇവിടെ കൊടുത്തു.
അപ്പോൾ തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു അനുഭവം വരുന്നുള്ളത് കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് തീർക്കാന്നുള്ളതിനെ കൊണ്ട് പൈസ ആദ്യം തന്നെ ചോദിച്ച പൈസ ആദ്യം തന്നെ. അതെ, നമ്മൾ എല്ലാവരും അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പൈസ പെൻഡിങ് ഇട്ട് അവർ പണി പെൻഡിങ് ആക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പൈസ കൊടുക്കും. അത് നമ്മളൊരു വിശ്വാസത്തിന് പുറത്ത് കൊടുക്കുന്നതാണ്. പക്ഷെ അത് നമുക്കൊരു തലവേദനയായി. പൈസ കൊടുത്തില്ല എന്നെങ്കിൽ പോലും അവര് അടുത്ത പൈസ കിട്ടാൻ വേണ്ടി പാതി പണി വീണ്ടും തീർത്തേ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ക്യാബിൻ ഇനിയും ഒരുപാട് പണിയുണ്ട്. ഉണ്ട്, ഡോറുണ്ട്, പെയിന്റിംഗ് ഉണ്ട്, ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്. അവിടുന്ന് ഇപ്പം മുമ്പ് ഒരു ഇരിട്ടിയിലുള്ള ഒരു വണ്ടി 6 പോയിട്ടുണ്ടായിരുന്നു. ആ പുള്ളി ഈ രൂപത്തിലെത്തിയതിനു ശേഷം പുള്ളീൻ്റെ അടുത്ത് എടുക്കാനുള്ള പൈസ ഇല്ല. അപ്പോൾ ഈ ഓൾറെഡി അയാളെ കൊട്ടേഷൻ്റെ പ്രകാരമുള്ള ഫുൾ എമൗണ്ട് ഞാനും കൊടുത്തിന് അയാൾ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതിനെ കൊണ്ട് അയാൾ എന്ത് ചെയ്തു, അയാളെ കയ്യിൽ നിന്ന് വീണ്ടും എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ള വർക്കെല്ലാം ക്ലാസ്സെല്ലാം അയാളെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് വാങ്ങിച്ചിട്ട് കൊടുത്തു. എന്നിട്ടാണ് അയാൾ ഇറങ്ങിപ്പോയത്. ഇനി അതേ അവസ്ഥ തന്നെ എനിക്കും. ഇപ്പം കൊടുത്തത് 6.5 കൊടുത്ത്. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇതിനെല്ലാം കൂടി ഇനി 1 ലക്ഷം റുപ്യേൻ്റെ അടുത്ത് ഇനിയും പണിയുണ്ട്. ഇനിയിപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൂട്ടിയിട്ട് കൊടുക്കേണ്ടി വരും. ആ രൂപത്തിലുള്ള അയാളോട് ചോദിക്കുമ്പോൾ ഇന്ന് വരുന്നുണ്ട് നാളെ വരുന്നുണ്ട് എന്ന് പറയല്ലാണ്ട് ഗ്ലാസ് ഇപ്പോൾ ഒരാഴ്ചൻ്റെ മുകളിലായി. ഈ സൈഡ് ഡോറ് അടിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലോ അപ്പുറത്തെ നമ്മളെ വണ്ടീൻ്റെ തന്നെയുള്ള അയാൾ ഇത് മുമ്പേ അറിഞ്ഞുകൊണ്ട് പുള്ളി പൈസ കൊടുത്തില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന പണിക്കാരന് അയാൾ കൂലി കൊടുക്കുക, ഇയാളെ പട്ടിൽ നിന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധനം അയാൾ വാങ്ങിക്കൊണ്ട് കൊടുക്കും. ആ കൂട്ടത്തിൽ എങ്ങനെയല്ലോ എനിക്ക് ഡോറിൻ്റെ പണി അവിടെ ഡോറ് മാത്രം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സൈഡ് ഗ്ലാസ് കരൂർന്ന് കൊണ്ടുവരണം. അത് ഏകദേശം ഒരാഴ്ചൻ്റെ മുകളിലായി പറയുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ് ആറ്റുന്ന സമയത്ത് അതിൻ്റെ ഡോറും വെച്ച് ഷീറ്റും അടിച്ചിട്ട് എല്ലാ വണ്ടിയും മറ്റുള്ള വണ്ടിയെല്ലാം കണ്ടില്ലേ, അവിടെ എല്ലാം വന്നത് എല്ലാ പണിയും തീർത്തിട്ടാണ് ഇവിടെ പെയിൻ്റ് അടിക്കാൻ കൊണ്ടിരുന്നത്. ഇതൊന്നുമില്ല. ഇനിയിപ്പം ശരിക്കും ഞാൻ ഈ 4 മാസം കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. എനിക്ക് പറയണമെന്നില്ല, അറിയില്ല നമ്മൾ ഒരാളുടെ അവസ്ഥ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി 1 ലക്ഷം റുപ്യ കൂട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. ശരിക്കും ഇതൊക്കെ നമ്മൾ നിയമപരമായിട്ട് ഇവിടെ കേസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി എങ്ങനെയെങ്കിലും പൈസയും തിരിച്ചു പിടിച്ച് ഇറക്കിക്കൊണ്ട് പോകാൻ. നിയമപരമായിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി പിന്നെയും കിടക്കും ഇവിടെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇനിയിപ്പം പൈസ പോയാലും നമ്മൾ എങ്ങനെയെങ്കിലും വണ്ടി ഇറക്കുക എന്നുള്ള രൂപത്തിലാണ് ഇപ്പം ഞാൻ കിടക്കുന്നത്. ഇത് നമ്മളെന്ന് പറയുന്നത് ഈ ചേട്ടൻ ആകപ്പാടെ രണ്ടാമത്തെ വണ്ടിയാണ് ചെയ്തത്. എൻ്റെ രണ്ടാമത്തെ വണ്ടിയാണ്. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉള്ളതല്ല, ലോണൊക്കെ എടുത്ത് ചെയ്തതാണ്. ഇപ്പൊ തന്നെ 4 മാസത്തെ അതെ ഏകദേശം എത്ര ചോദിച്ചു? ഏകദേശം 240 എൻ്റെ അടുത്ത് 80,000 റുപ്യേൻ്റെ അടുത്ത് EMI ഇല്ല. 3 മാസം EMI കിട്ടിയിട്ടുണ്ട്. അതെ, ഇപ്പൊ തന്നെ വീണ്ടും നമ്മുടെ വണ്ടി ഓടാതെ EMI അടച്ചുകൊണ്ടിരിക്കുവോ? അതെ, ഇതിപ്പം ഇവിടെ കിടന്നുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. എങ്കിൽ ഇനിയിപ്പോൾ ഓരോ മാസം ഓരോ ദിവസം കൂടുന്തോറും ബാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചിട്ട് വണ്ടി ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാനല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഒരു വണ്ടി ഓടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് സംസാരിക്കാനുള്ള ഇതൊന്നും, അതായത് നമുക്ക് ലോറി അസോസിയേഷൻ. അതെ, ഞാനൊരു അസോസിയേഷനിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ട് അവർക്ക് കഴിഞ്ഞ മാസം 10-ാം തീയതി ഡേറ്റ് പറഞ്ഞു, 4-ാം തീയതി ഡേറ്റ് പറഞ്ഞു. പിന്നെ ആ അസോസിയേഷൻ്റെ ടീമുകൾ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു നോക്കി. അപ്പോൾ അയാളോട് 15-ാം തീയതി വീണ്ടും ഒരു ഡേറ്റ് പറഞ്ഞു, വണ്ടി കൊടുക്കുമെന്ന് പറയുന്നത്. ഈ 15-ാം തീയതി കഴിഞ്ഞ് ഇന്നത്തെ 19-ആയി. എന്നിട്ട് ഈ രൂപയായി കാണുള്ളൂ. ഇനിയിപ്പോൾ ഇത് എങ്ങനെയെങ്കിലും പെയിൻ്റ് അടിച്ചതിന് ശേഷം ഉള്ള എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ട് നാട്ടിൽ നമുക്ക് ഈ കണ്ടീഷൻ അടുത്തുള്ള വർക്ക്ഷോപ്പുകാർ ഇല്ല. ഇവിടുന്ന് ഇനിയിപ്പോൾ വേറെ ഒരു വർക്ക്ഷോപ്പിൽ എടുക്കില്ല ഒരു വണ്ടി പണിത. കേരള ലോറി അസോസിയേഷൻ. അതെ. ഓക്കെ, എന്തായാലും വരട്ടെ, വന്ന് എന്തെങ്കിലും സംസാരിച്ച് പെട്ടെന്ന് നമുക്ക് പണി തീർത്ത്. കാരണം പൈസ ഫുള്ള് കൊടുത്തു പോയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. നമ്മൾ ഈ ഇത്രയും പൈസ കൊടുത്തില്ലെങ്കിൽ ആ പൈസ കിട്ടാൻ വേണ്ടിയെങ്കിലും പണി ചെയ്തു. അതെ. ഇനിയിപ്പം അയാൾക്ക് ഒന്നും കൊടുക്കാനൊന്നുമില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു. അതായത് വണ്ടിക്ക് ചെയ്യാനുള്ള ഏകദേശം 6,25,000 ആണെങ്കിൽ 6 ലക്ഷം രൂപ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞു അല്ലേ? 6 ലക്ഷം ഇല്ല, ഇനി 7,000 റുപ്യ കൂടി കൊടുക്കാൻ. വെറും 7,000 രൂപ മാത്രമേ കൊടുക്കാറുള്ളൂ. ഈ 7,000 രൂപയുടെ 7,000 രൂപ അത് ഇപ്പോൾ ഉണങ്ങി കൊടുക്കാം. പക്ഷെ എന്തുകൊണ്ട് പണി തീർത്തുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. പക്ഷെ ഇതിനും കിടക്കുന്നില്ലേ 1 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ വർക്ക് കിടക്കുന്നുണ്ട്. അതായത് ഫുൾ പൈസയും കൊടുത്തിട്ട് പണി പകുതി പോലും ആയില്ല. നോക്കി, നമ്മുടെ ബോഡി അടിച്ചു കഴിഞ്ഞാൽ ഇനി ഗ്ലാസ് ഉണ്ട്, ഡോറുണ്ട്, പെയിന്റിംഗ് ഉണ്ട്, ഇലക്ട്രിക് ഉണ്ട്. അതായത് ഇനിയും കുറഞ്ഞത് എത്ര ലക്ഷം രൂപയുടെ പണിയുണ്ട്?
ഏകദേശം 1,00,000 റുപ്യൻ്റെ പണി. നമുക്ക് എ സിയുടെ പണി ഇല്ലേ ഇനി? അതെ, എ സിൻ്റെ പണിയുണ്ട്. എ സിയുടെ പണി നമുക്ക് ബ്ലോവറും കാര്യങ്ങളൊക്കെ ഇനി മേടിക്കാറുണ്ട്. അതെ. അതായത് 4 മാസവും നമ്മുടെ പൈസയും പോവുകയാണ്, നമ്മുടെ സമയം പോവുകയാണ്. ഫുള്ള് എ സി വരെ ഫിറ്റാക്കി ഇറക്കി തരാമെന്ന് അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പൊ തന്നെ 4 മാസമായി. ഇൻഷുറൻസും അത് കണക്ക് എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വർഷത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏകദേശം 1,00,000 രൂപ. അതിൽ 40,000 രൂപയുടെ ഒരു വാലിഡിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ത് പറയണമെന്ന് അറിയാൻ. അത് പണിയൊന്നും കറക്റ്റ് ആയിട്ട് അവർ നല്ല രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. ഈ തകിടൊക്കെ ഇങ്ങനെ ഇത് നോക്കിയാൽ തകിടൊക്കെ നല്ല രീതിക്ക് നമ്മളെ പുറത്തൊക്കെ തട്ടുന്ന രീതിയിലൊക്കെ വന്ന് നിൽക്കുന്നു ഫോറില്. ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി ഒരാൾക്ക് ഇത് കണക്ക് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് എനിക്കിത് പുള്ളിക്കാരൻ പറയുന്നതായിട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. എൻ്റെ കാര്യമായാലും ഇപ്പോൾ നമ്മളായാലും ഒരു മാസമൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാം. ഇനി ഇത് ഓടിയിട്ട് വേണം എന്തെങ്കിലും EMI അടയ്ക്കാനുള്ളത്, മനസ്സിലാകുന്നല്ലോ. പക്ഷേ എന്തായാലും ഇപ്പോൾ ഏതൊരു പണി എത്തി നമുക്ക്. പണി ബാക്കിലെല്ലാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്ലാസ് പിന്നെ വയറിങ്ങിനെല്ലാം വയറിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു 30-35 റുപ്യേൻ്റെ അടുത്ത് വയറിങ് വരും. അത് നമ്മൾ ചെയ്യേണ്ടി വരും. അതിനിപ്പോൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ അയാളൊന്നും ഇത് പൈസ ആദ്യമേ കൊടുത്തു പോയതാണ്. ഇനിയിപ്പോൾ അയാളെ കത്തുന്നു കഴിഞ്ഞാൽ ഇനിയും കിടക്കും വണ്ടി 1.5 മാസം. ഇതിപ്പോൾ പെയിന്റിങ്ങിന് കൊണ്ടുവന്നിട്ട് എത്ര ദിവസമായി? പെയിന്റിങ്ങിന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അവിടുന്ന് 2-3 ദിവസമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡോറ് ഫിറ്റാക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടത്തേക്ക് തന്നെ എടുത്തു പോയി. എന്നിട്ട് അവിടെ കിടന്ന് പിന്നെ 2 ദിവസം ഫിറ്റാക്കി. ഡോറൊക്കെ വെച്ചിട്ടല്ലേ പെയിന്റ് ചെയ്യുന്നത്? അതെ, ഡോറൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ പുള്ളി ആടുന്ന് ഈ രൂപത്തിൽ തന്ന് ഇനിയിപ്പം വീണ്ടും ഇവിടുന്ന് പെയിന്റ് അടിച്ചതിന് ശേഷം വീണ്ടും അവിടെ കൊണ്ടുപോവുക, എന്നിട്ട് പിന്നെ ഡോറ് ഫിറ്റ് ആക്കുക, വീണ്ടും ഇവിടെ വന്നിട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു കളിയാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇത് പറയണം എന്ന് വെച്ചാൽ, നമുക്കൊരു 30 എന്നുള്ളത് ഒരു 35 ഒരു 5 ദിവസത്തെ വ്യത്യാസമൊക്കെ ശരിക്കും ഞാൻ പറയുന്നില്ല, ഇതുകൊണ്ട് പറയുന്നില്ല. ഇപ്പോൾ 4 മാസവും 1 മാസം തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നതാണ്. നമ്മളൊരു 4 മാസം കിടന്നു കഴിഞ്ഞാൽ ജീവിതം തീർന്നു. അതായത് നമ്മുടെ പ്ലാനുകൾ, നമ്മുടെ പൈസ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സമാധാനം. അതെ, മാനസികമായിട്ടൊക്കെ ടയർഡായിട്ടുള്ള ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ഇറക്കണമെന്നുള്ള. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, മാക്സിമം നമ്മളിത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് അന്വേഷിച്ചും, അതായത് പൈസയൊന്നും ഒരുപാട് ഫുള്ള് കൊടുക്കാതിരിക്കുക. എന്നുവെച്ചാൽ കുറേശ്ശെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുക. ഇത് കണക്കുള്ള വർക്ക്ഷോപ്പിൽ ആരും കൊണ്ടുവന്ന് കയറ്റാതിരിക്കുക. നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ചേട്ടൻ്റെ അവസ്ഥ കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും.